തിരുവഴിത്താരയിൽ സ്വർഗമൊന്നായണയുന്നു. കീർത്തനഗീതിയുമായി ദൈവജനമണി ചേരുന്നു. ഓരോ നെറ്റിയിൽ ദിവ്യ വെളിച്ചം തെളിയുന്നു. തിരുവഴിത്താരയിൽ സ്വർഗമൊന്നായണയുന്നു. കീർത്തനഗീതിയുമായി ദൈവജനമണി ചേരുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മെല്ലാവരെയും കർത്താവിൻ്റെ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിപാലനയിൽ ശക്തമായി ആശ്രയം വയ്ക്കാനുള്ള സമയമാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപയിൽ ആഴത്തിൽ ശരണപ്പെടാനും അവിടുത്തെ കാരുണ്യം പ്രത്യേകമായിട്ട് യാചിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കിയാം. ഗുരുവിൻ സ്നേഹമൊടിയാനം തിരുമുമ്പാകെയാണ് ചെയ്താം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ.
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടി ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്ര രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകത്തിൻ ഇഹപരനിൽ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകത്തിൻ ഇഹപരനിൽ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. വാനിടവേ ദൈവദൂതരേ, അമ്പരമേ ജലസഞ്ചയമേ പാടിപ്പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകത്തിൻ ഇഹപരനിൽ നിത്യം പാടിപ്പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനത്തിനാത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാഥ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ബോധപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ, പരിപാവനാ ബലവാനേ, പരിപാവനാ മർത്യനേ, നീ കൃപ ഞങ്ങളെ കേൾക്കണമേ.
സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. സഹോദരരെ, പൗലോസിലെ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 14 1 മുതൽ 12 വരെ വാക്യം പ്രവാസിപ്പിച്ചു. മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. സ്നേഹം പിന്തുടരുവിൻ. ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചിക്കുന്നതിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, പ്രത്യുത ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും അവനെ ഗ്രഹിക്കുന്നില്ല, കാരണം അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവൻ മനുഷ്യരുടെ വളർച്ചയ്ക്കും സമാശ്വാസത്തിനും പ്രോത്സാഹനത്തിനുമായി സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്നെ തന്നെ പടുത്തുയർത്തുന്നു, എന്നാൽ പ്രവചിക്കുന്നവനാകട്ടെ സഭയെ പടുത്തുയർത്തുന്നു. നിങ്ങളെല്ലാവരും ഭാഷാപരത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുപരിയായി നിങ്ങൾ പ്രവചിക്കണമെന്നും. എന്നാൽ സഭയ്ക്ക് വളർച്ച ലഭിക്കത്തക്ക രീതിയിൽ ഒരുവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ ഭാഷയിൽ സംസാരിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. ഇപ്പോൾ സഹോദരരെ, അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ അറിവോ പ്രവചനമോ പ്രബോധനമോ നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് വരുത്തുന്നത്? കുഴൽ, കിന്നരം തുടങ്ങിയ അചേതനങ്ങളായ ഉപകരണങ്ങൾ ശ്രുതിഭേദം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അവ കുഴലാണോ കിന്നരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? കാഹളമുയർത്തുന്ന ശബ്ദം അസ്പഷ്ടമെങ്കിൽ ആര് യുദ്ധത്തിന് തയ്യാറാകും? അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും. അന്യഭാഷയിൽ അവ്യക്തമായി സംസാരിച്ചാൽ പറയപ്പെട്ട കാര്യം ആർക്ക് മനസ്സിലാകും? കാരണം നിങ്ങൾ വായുവിനോടായിരിക്കും സംസാരിക്കുക. ലോകത്ത് എത്ര തരം ഭാഷകളുണ്ട്? അവയൊന്നും നിരർത്ഥകമല്ല. ഭാഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കുന്നവന് ഞാൻ പരദേശിയായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ എനിക്ക് പരദേശിയാണ്. നിങ്ങളും അങ്ങനെ തന്നെ. ആത്മീയ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശുഷ്കാന്തി ഉള്ളതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരങ്ങൾക്കായി ഉത്സാഹിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളെന്നെ വിലവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നെ വിലവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് എന്നുള്ള ശക്തമായ കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രമിക്കുക.
നമുക്കറിയാവുന്ന പോലെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മാത്രമാണ് ഇനി നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്ന് ഈ കൊറോണ കാലഘട്ടം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ പ്രതിസന്ധികളെയും ആത്മബലത്തോടുകൂടി അതിജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിക്ഷേപം ദൈവമായിരിക്കണമെന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ ഈ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും പല ജീവിത വ്യഗ്രതയാൽ തത്രപ്പെട്ടുള്ള ഓട്ടപ്പാച്ചിലുകളിൽ ദൈവത്തെ അന്വേഷിക്കാനോ ദൈവവചനം ശ്രവിക്കാനോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആരാധന നടത്താനോ നമുക്കൊരു പക്ഷേ സമയം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നാള് നമ്മളൊരു വിശ്രമമില്ലാതെ ഓടിയ പല കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണെന്നുള്ള വലിയൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുദിന ജീവിതത്തിൽ നാം ഓരോ ദിവസവും അനുഭവപ്പെടുന്ന നമ്മുടെ തന്നെ വ്യക്തിപരമായ നമ്മുടെ ജീവിതാനുഭവത്തിൽ പല കാര്യങ്ങളും അത്ര പ്രാധാന്യമുള്ളതല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനേക്കാൾ പ്രാധാന്യമേറിയ പല കാര്യങ്ങളുമുണ്ട്. അത് ദൈവിക കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് വിവേകമുള്ള മനുഷ്യനെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശക്തിക്കും ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള ശക്തികൾക്കോ അധികാരത്തിനോ പണത്തിനോ സമ്പത്തിനോ മറ്റു പല കാര്യങ്ങൾക്കോ കായികമായിട്ടുള്ള ശക്തികൾക്കോ ഒന്നും നമ്മെ രക്ഷിക്കാനായിട്ട് കഴിയാതെ പോകുന്ന ഒരു പരിമിതമായ സാഹചര്യവും അനുഭവമാണ് നമ്മുടേത്. എല്ലാ ലോകരാജ്യങ്ങളും ഈ കൊറോണ വൈറസിനുള്ളിൽ പേടിച്ച് വിറച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ ഏറ്റവും അവധാനപൂർവ്വം വളരെ വിവേകത്തോടുകൂടി ഈ കാലഘട്ടത്തെ കാണാൻ, ഈ കാലഘട്ടം നൽകുന്ന നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു മാറ്റമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും എന്നതിനെ കുറിച്ചൊന്നും ഒരിക്കലും ആകുലപ്പെടേണ്ടതില്ല. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ആകുലതകളും നീങ്ങിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളും ഇതുപോലെയുള്ള വിഷമസന്ധികൾ കടന്നു വന്നാലും നമ്മളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് ശക്തനായ കർത്താവുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഏത് സാഹചര്യത്തെയും ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മെ ഓരോ സമയം വഴി നടത്തേണ്ടത് എന്നുള്ള വലിയൊരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാം. അപ്പോൾ അതിലൂടെ പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയട്ടെ. അപ്പോൾ ദൈവം എവിടെയായിരുന്നു ഈ കാലഘട്ടത്ത്, ദൈവമില്ലേ എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവത്തിൽ മറ്റു സമയത്തേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള സമയം ഇതാണ് എന്ന് കരുതിക്കൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് കടന്നു വരാനും ദൈവത്തിൽ ആശ്രയിച്ച് വളരെ ആത്മബലത്തോടുകൂടി മുന്നോട്ട് പോകാനും നമ്മൾ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികളായിട്ട് മാറാതെ, അത് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളൊരിക്കലും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യരായിട്ട് മാറരുത്. അങ്ങനെ വന്നാൽ ഈ ജീവിതം നമുക്ക് അർത്ഥമില്ലാതെ പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തിയവൻ. ഈ ഒരു ചിന്തയാൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും നവീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മാത്രമാണ് നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ ചിന്തയാൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. വചനത്തിൻ്റെ വലിയ പിൻബലം നമുക്കതിന് താങ്ങായി തണലായി നമ്മോട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരെ കടന്നു വന്നാലും ശക്തനായ കർത്താവ് നമുക്കുള്ളതിനാൽ നമ്മളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല. ഈ ശക്തനായ കർത്താവിൽ നമുക്ക് പരിപൂർണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ശ്രമിക്കാം. വീണ്ടും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ അവയ്ക്കില്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ.
ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് ആയുസ് ഒരു വിനാഴിക കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾ കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ഉത്കണ്ഠാകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, എങ്ങനെ അവ വളരുന്നു. അവ അധ്വാനിക്കുകയോ നൂൽക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നിട്ടില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ലോകത്തിൻ്റെ ജനതകളാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവ ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ. കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ. സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും. അവിടെ കള്ളനെടുക്കുകയോ ചിതലെടുക്കുകയോ ഇല്ല. കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നേറ്റ് വരയണമേ എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്താ തിരുനാളിൽ സ്ത്രീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നേറ്റ് വരയണമേ. വരദാനങ്ങളാൽ സ്ത്രീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നേറ്റ് വരയണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആർജി മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നേറ്റ് വരയണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നേറ്റ് വരയണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീകന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നേറ്റ് വരയണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നേറ്റ് വരയണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ത്രീയന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും നിന്റെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
നീ ജീവിതത്തെ പുരോഹിതന്മാർ, ശുശ്രൂഷികളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും
നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ സ്ഥിരക്കളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർക്കൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. പരിശുദ്ധരുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
പരിശുദ്ധൻ നീ പരിശുദ്ധൻ മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ മാനവദൂതർ പാടുന്നു പരിശുദ്ധൻ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഓശാന കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമിൻ സർവവുമേ മുൻപിലണച്ച് കുമ്പിടുന്നേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദയകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവന ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും കത്തോലിക്കാ സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശകന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനമായി വർത്തിച്ച് നീതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലതുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന
ഈ ദൈവദിനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഏവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ വിളിച്ചുകൊണ്ട് ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവദായകവും വിവേകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിലവന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയും തന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരായത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരാതിരകത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവിനെ ഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും വിവേകവുമായ ഈ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സർവ്വത്രയും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സത്യത്തിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവനാകട്ടെ. ും
ആൾക്കാർ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്ഥിരവും പരിശുദ്ധവും ജീവതായ ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ബഹുമാനം കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരമോടു നമ്മെ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമായ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളെ സ്ഥാപനത്തെ കബറിടമേ സ്തുതി. നിന്നെ അനുസരിച്ച് കുർബാന കടകളെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ. കൈകൾ കൂപ്പി നിന്നിടാം. വിവയാൻ വിവരായിടാം. ഹല്ലേലൂയ പാടിടാം. കുമ്പിട്ടാരാധിച്ചിടാം. കൈകൾ കൂപ്പി നിന്നിടാം. വിവയാൻ വിവരായിടാം.
പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ദിവികാരുണ്യമായി തീർന്ന ഈശോ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ നമുക്ക് വലിയ ശക്തിയും പിൻബലവുമായിട്ട് സ്വീകരിക്കാം. ഈശോയുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നിങ്ങൾ ഒരിക്കലും ഉത്കണ്ഠാകുലരാകേണ്ടതില്ല. നമ്മുടെ ആശ്രയം മുഴുവൻ ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൽ പൂർണ്ണമായിട്ടും ശരണപ്പെട്ടുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ ആത്മബലത്തോടെ തരണം ചെയ്യാനുള്ള സമയമാണിത്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ ഭൗതികമായ സൗകര്യങ്ങൾക്കോ ശക്തികൾക്കോ ഒന്നും നമ്മെ രക്ഷിച്ച് പൂർണ്ണമായിട്ട് രക്ഷിക്കാനുള്ള ശക്തിയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. രാജാതിരാജനായ ഈശോയിൽ ശക്തരിൽ ശക്തനായ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കേണ്ട സമയമാണിതെന്ന് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു കൊറോണ വൈറസിനെ എത്രയും വേഗം ഭൂമുഖത്ത് നിന്ന് ദൂരീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഒരുപാട് സമയങ്ങൾക്കുണ്ടായപ്പോഴും നിന്നെ അന്വേഷിക്കാതെ, നിന്നെ വേണ്ട വിധത്തിൽ അറിയാതെ പലപ്പോഴും ഞങ്ങളുടേതായ കാര്യങ്ങളിൽ മുഴുകിപ്പോയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇനിയുള്ള സമയം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന് മാത്രമാണ് നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾ മനസ്സിൻ്റെ ആഴത്തിൽ പതിപ്പിക്കണമേ. അവിടുത്തെ വലിയ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് ധീരമായിട്ട് മുന്നേറാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ, ഞങ്ങൾക്ക് ആത്മബലമേകണമേ. ഒരിക്കലും നിരാശരാകാതെ പ്രതീക്ഷയോടുകൂടി ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യം വ്യക്തിപരമായിട്ട് ഏറ്റവും ആഴത്തിൽ തിരിച്ചറിയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഞങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തമേറിയ സംരക്ഷണവും ദൈവികമായ ഇടപെടലും ഓരോ നിമിഷവും നീ ഞങ്ങൾക്ക് നൽകണമേ. വളരെ പ്രത്യേകമായിട്ട് ആശുപത്രികളിൽ കഴിയുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധ മൂലം വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേറിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, പൂർണ്ണമായ സൗഖ്യം അവർക്ക് അങ്ങ് നൽകണമേ. കൊറോണ വൈറസ് ബാധ മൂലം മരണപ്പെട്ടുപോയ എല്ലാവരെയും അങ്ങയുടെ തിരുമുഖ ദർശനം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും പേടിയിൽ കഴിയാതെ, ഭീതിയിലാകാതെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും കരുത്തേകട്ടെ. കർത്താവെ, ഞങ്ങളെ എല്ലാ ജീവിതാവശ്യങ്ങളും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തമേറിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകമായിട്ട് ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റ് വിശേഷ ദിനങ്ങളും ആചരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സംരക്ഷണത്തിന്, നന്മകൾക്ക്, ദൈവികമായ ഇടപെടലിന് എല്ലാം 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴികളെ നിന്റെ വലിയ സംരക്ഷണയാൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈശോയുടെ വലിയ സംരക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അംഗീകാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അംഗീകാരാധന. ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്ന പോലെ ജൂലൈ 3-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കറിയാം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ജൂലൈ 3-ാം തീയതി നമ്മൾ ആചരിക്കുന്നു. നമുക്ക് വിശ്വാസ ദീപം കൊളുത്തി നിന്ന നമ്മുടെ പിതാവാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ധീരമായിട്ട് സാക്ഷി വഹിക്കാനുള്ള വലിയ ആഹ്വാനം തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തോമസ് നാമധാരികൾക്കും തിരുനാളിൻ്റെ ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ നമുക്ക് സ്നേഹത്തോടുകൂടി നേരാം. ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷങ്ങളും ആചരിക്കുന്നവർക്ക് ഇടവകയുടെ പ്രത്യേക അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും മംഗളങ്ങൾ നേരുകയാണ്. നമുക്ക് ജൂലൈ 1-ാം തീയതി മുതൽ രാവിലെ 7 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ വീടുകളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് പതിവ് പോലെ ക്ലൈമറ്റ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുന്നത് വരെ ഈ സ്ഥിതി തുടരേണ്ടി വരും എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം പ്രാർത്ഥിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച്
നമുക്ക് മുന്നോട്ട് പോകാം. കാരണം തമിഴ്നാട്ടിൽ ജില്ലയിൽ കൂടുതൽ രോഗവ്യാപനം നടക്കുന്ന സമയമാണ്. നമുക്ക് വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. വ്യക്തിപരമായിട്ട് തന്നെ കരുതൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഒരിക്കലും നിരാശരാകേണ്ടതില്ല. എപ്പോഴും നമ്മെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. ആകുലപ്പെടാതെ, ആശങ്കാകുലരാകാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. സമയം നമുക്കൊരുപാടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. വചനം കൂടുതൽ വായിക്കാനും അതിലൂടെ വചനത്തിൽ ആഴമായി ധ്യാനിക്കാനും അതിലൂടെ നമ്മുടെ ദൈവത്തെ കുറേ കൂടി അടുത്ത് അറിയാനുള്ള ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ക്രിസ്തുവിനെ അറിയാനും ധ്യാനിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. നമുക്കറിയാം ഒരുപാട് പ്രാർത്ഥനാ സഹായം ആവശ്യം ഉള്ള സമയമാണിത്. പരസ്പരം പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബ യൂണിറ്റുള്ളവരെയും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരമാണിത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പരം ശക്തി പകരും. ദൈവം നമ്മെ സമൃദ്ധമായി